എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദനം. ചെറിയ ചിന്തകൾ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. ഹസ്ന സ്പാർക്ക് വൈബ്സിലേക്ക് നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ആദ്യ 2 വീഡിയോകൾക്ക് നിങ്ങൾ തന്ന കമൻറ്റുകൾക്ക് ഒത്തിരി നന്ദി. ചിലർ പേഴ്സണലായിട്ടും ഫീഡ്ബാക്കും സജഷൻസും തന്നിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനമായി എനിക്ക് തോന്നിയൊരു സജഷൻ, ഞാൻ ഫ്രണ്ട്സുകൾക്കൊപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നും ചില കഥകൾ ഷെയർ ചെയ്യാറുണ്ട്. അത്തരം ടച്ചിങ് ആയ എക്സ്പീരിയൻസ് വീഡിയോയിൽ ഷെയർ ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഈ സിറ്റുവേഷൻസുമായി ബന്ധപ്പെട്ട് എന്ത് കഥയാ പറയാൻ കഴിയുക എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ഒരു ദിവസം കണ്ട ഒരു ചെറിയ മൊമെൻ്റ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. എല്ലാ ദിവസവും ഞങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ വരവേൽക്കുന്നത് നല്ലൊരു പുഞ്ചിരിയോട് കൂടി ഗേറ്റിൽ സെക്യൂരിറ്റി ഗാർഡായിരിക്കും. ഏത് വെതറായാലും, അത് ചൂടായിക്കോട്ടെ, മഴയായിക്കോട്ടെ, തണുപ്പായിക്കോട്ടെ, എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും പുള്ളിയുടെ ചിരി മാത്രം ഒട്ടും മാഞ്ഞു പോയിട്ടുണ്ടാവില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യും, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന്. ഒരു ദിവസം എനിക്ക് കുറച്ച് അധികം ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്കൂളിലേക്ക് അല്പം ഏർലി ആയിട്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഗേറ്റിൽ സെക്യൂരിറ്റിയെ കാണുവാനില്ല, ഒപ്പം ആ ചിരിയും. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ആള് ഒരു ചെയറിലിരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. മുഖത്ത് ഒരു സ്മൈൽ പോലും ഇല്ല, ഒത്തിരി വിഷമമുള്ളതുപോലെ. ഞാൻ ശാന്തമായി ആളോട് ചോദിച്ചു, സർ, എവറിത്തിങ് ഓക്കെ? പെട്ടെന്ന് തന്നെ ആള് തല ഉയർത്തി എന്നെ നോക്കി ആ പഴയ ചിരി മുഖത്തിൽ കൊണ്ടുവന്ന്, ഗുഡ് മോർണിംഗ് മാം. യെസ് മാം, എവറിത്തിങ് ഫൈൻ. ഞാനും എൻ്റെ ജോലിയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സൊക്കെ തന്നെ എത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ മുഖത്ത് അതേ പഴയ ചിരി, അതേ വാമത്തോടുകൂടി എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ മൊമെൻറ്റ് എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു വലിയ പാഠമുണ്ട്. ആ പാഠം എന്തെന്നാൽ, നമുക്ക് ചുറ്റുമുള്ള എത്ര ആളുകളെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും, അവരെപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ അവരുടെ ഉള്ളിൽ എത്ര സ്ട്രഗിൾസ് ഉണ്ടെന്നത് നമ്മൾ ഒരിക്കലും അറിയാറില്ല. ചിലർ ഫാമിലിയെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം, ചിലർ ഫാമിലി ഉണ്ടെങ്കിലും ഒത്തിരി പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ടായിരിക്കാം, ചിലർ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പ്രശ്നങ്ങൾ എന്തായാലും അവർ മറ്റുള്ളവർക്കായി ചിരിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ജോലിക്കായി അവർ ചിരിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോഴൊക്കെ ഏറ്റവും അധികം ചിരിക്കുന്ന ആളുകളാണ് അവരുടെ ക്വയറ്റ് ബാറ്റിൽ സൈലൻ്റായി ഫൈറ്റ് ചെയ്യുന്നത്. അതിൽ നിന്നും ഞാൻ പഠിച്ച പാഠമാണ്, ഒരു ചെറിയ സ്മൈൽ പോലും ഒരാളുടെ ദിവസം മാറ്റാൻ കഴിയും. ഒരു കൈൻഡ് വേർഡ്, ഒരു കെയറിങ് സ്മൈൽ നമ്മൾ അറിയാതെ തന്നെ ഒരാളുടെ ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. നിങ്ങളും ഇത്തരം ഒരാളെ കണ്ടിട്ടുണ്ടോ? എപ്പോഴും ചിരിക്കുന്ന പക്ഷേ ഉള്ളിൽ സൈലൻ്റ്ലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളെ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം നിങ്ങളെ എന്താണ് പഠിപ്പിച്ചത്? കമൻസിൽ ഷെയർ ചെയ്യുക. സ്മോൾ തോട്ട്സ് ഇൻസ്പയർ ബിഗ് ചേഞ്ച്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ചിന്തിക്കൂ, ചിന്തിച്ചുകൊണ്ടേയിരിക്കൂ. ബൈ.